ഗൈസ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് ഫ്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിട്ട ഷോർട്ട് വീഡിയോയിൽ അഴീക്കൽ ബീച്ചിൻ്റെ ഫുൾ വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടവരുടെ എല്ലാം സപ്പോർട്ട് നമ്മൾ ഈ വീഡിയോയ്ക്കും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അഴീക്കൽ ബീച്ചിലെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിലുള്ള അഴീക്കൽ ബീച്ചിലാണ് ഗൈസ് വന്നിരിക്കുന്നത്. പ്രകൃതി ഭംഗിയും കടലിൻ്റെ ശാന്തതയും ഒത്തുചേർന്ന ഒരു മനോഹരമായ ബീച്ചാണ് അഴീക്കൽ ബീച്ച്. നമ്മൾ ചെറിയഴീക്കൽ വഴിയായിരുന്നു പോയിട്ടുള്ളത്. അവിടുത്തെ സ്കൂളും പിന്നെ അവിടെയുള്ള ഒരു അമ്പലമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മളിങ്ങനെ ബീച്ചിൻ്റെ സൈഡ് കണ്ടപ്പോൾ അവിടെ വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് ഇങ്ങനെ ബീച്ചിലേക്ക് കുറേ നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ബീച്ചിലേക്ക് പോകുന്ന വഴിയെല്ലാം ഇതുപോലെയായിരുന്നു ഗൈസ്. സൈഡിൽ ഇങ്ങനെ ബീച്ചിൻ്റെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ ബീച്ചിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ കണ്ടതാണ് ബോട്ടും മീൻ പിടിക്കുന്ന വലയും ഒക്കെ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അഴീക്കൽ ബീച്ചിലെ മണലിൻ്റെ കാര്യം നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉള്ളത് കരിമണലാണ്, നമ്മുടെ സാധാ ബീച്ചിൽ കാണുന്ന പോലത്തെ മണലല്ല. അതും ചില സ്ഥലത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്, പക്ഷെ കൂടുതലും ഇവിടെ കരിമണലാണ് ഗൈസ് ഉള്ളത്. ഇത് ഇവിടുത്തെ കുട്ടികളുടെ ഫുട്ബോൾ ഗ്രൗണ്ടാണ് ഗൈസ്. കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു ഇവരിങ്ങനെ കളിക്കുന്നത്. നമ്മൾ കുറേ നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. കടലിൻ്റെ തീരത്ത് ഇങ്ങനെ ഇത് നല്ല രസമായിരിക്കും അവർക്ക്. കണ്ടില്ലേ, ചെറിയഴീക്കൽ ഫുട്ബോൾ ഫെഡറേഷൻ എന്നൊക്കെയാണ് അവർ പേരിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിട്ട് നേരെ ഇവിടെ ഒരു കായലിൻ്റെ സൈഡിലേക്കാണ് പോയത്. കണ്ടില്ലേ, ആ മരം ഇങ്ങനെ കായലിലേക്ക് ചാഞ്ഞ് കിടക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇരിക്കാനായിട്ട്. നമ്മളതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കായലിലൊക്കെ വന്ന് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നിട്ട് നമ്മൾ പിന്നെ ബീച്ചിലോട്ട് വീണ്ടും പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിയൊക്കെ മൊത്തം ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു അതുവഴിയൊക്കെ പോകാനായിട്ട്. ബോട്ടുകളൊക്കെ മീൻ പിടിക്കാനായിട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പിന്നെ പോയത് ഹാർബറിലോട്ടാണ്. ഹാർബറിൽ പോയിട്ട് നമുക്ക് ബീച്ചിലോട്ട് പോകാൻ നമ്മൾ വിചാരിച്ചു. നമ്മൾ വീണ്ടും ഹാർബറിലോട്ട് ഇങ്ങനെ പോവാണ്. ഇവിടെ ഇങ്ങനെ പോകുന്ന വഴിക്കെല്ലാം നമ്മുടെ ദേഹത്തോട്ട് ഇങ്ങനെ കടൽ തിരമാല ഇങ്ങനെ വന്ന് ഇവിടെ അടിച്ച് അതിൻ്റെ വെള്ളമൊക്കെ നമ്മുടെ ദേഹത്തോട്ട് വീഴുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ അഴീക്കൽ ഹാർബർ എന്ന് പറയുന്നത്. നമ്മളിവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ള ടൈമായിരുന്നു. കാരണം മീനൊക്കെ കൊണ്ട് ബോട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഹാർബറിലോട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഹാർബറിലൊക്കെ വന്നപ്പോൾ കുറേ മീനും അവിടുത്തെ തിരക്കും ലേലം വിളിയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയോടെ ആയിരുന്നു ഞാൻ അതെല്ലാം നോക്കി കണ്ടുകൊണ്ടിരുന്നത്. ആൾക്കാരൊക്കെ മീനൊക്കെ വന്ന് ഇങ്ങനെ ഓരോന്നിൻ്റെയും വില ചോദിച്ച് മേടിച്ചുകൊണ്ട് പോവുകയും അങ്ങനെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓരോ ബോട്ടൊക്കെ വന്നിട്ട് അതിൽ നിന്ന് മീനൊക്കെ ഇങ്ങനെ കോരിയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് നല്ല ലാഭത്തിന് മീനൊക്കെ മേടിക്കാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ പിന്നെ ട്രോളിങ്ങിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ച് ബോട്ടുകളെ മീൻ പിടിക്കാനായിട്ടൊക്കെ പോകുന്നുള്ളായിരുന്നു. വരുന്ന ബോട്ടിലെല്ലാം നെത്തോലി കാണാനുണ്ടായിരുന്നു ഗൈസ്. നെത്തോലി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞങ്ങളുടെ കൊല്ലത്തൊക്കെ നെത്തോലി എന്നാണ് പറയുന്നത് ഇതിന്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചിലയിടത്ത് ചൂടാന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ നെത്തോലി എന്നാണ് ഇതിന് പറയുന്നത്. നെത്തോലിയൊക്കെ ആണെങ്കിൽ ഒരു കവറിന് 250 രൂപയ്ക്കൊക്കെ ആയിരുന്നു ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മളതൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കുമായിരുന്നു. നമ്മൾ മീനൊന്നും മേടിച്ചില്ല, കാരണം നമുക്കിനി പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ടാസ്ക് ആയിരിക്കും. കാരണം ബീച്ചിലൊക്കെ കയറണം, വേറെ കുറച്ച് സ്ഥലത്തൊക്കെ കയറാനുള്ളത് കൊണ്ട് തന്നെ മീനും കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ മീനൊന്നും അവിടെ നിന്ന് മേടിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നിൽക്കുമായിരുന്നു. ലേലം വിളിയും കാര്യങ്ങളൊക്കെ കണ്ട് കുറേ നേരം അവിടെയൊക്കെ നിന്നിട്ട് നമ്മൾ പിന്നെ ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഹാർബറിൽ നിന്ന് നമ്മൾ നേരെ പോയത് ബീച്ചിലോട്ടായിരുന്നു. അഴീക്കൽ ബീച്ചിൽ വരുന്നവർക്ക് എല്ലാവർക്കും ഈ പാലം എന്തുപോലും അറിയാം. കാരണം എല്ലാവരും ഈ പാലത്തിലൂടെ കയറി ബീച്ചിൻ്റെ വ്യൂ ആസ്വദിക്കാറുണ്ട്. കാരണം ഈ പാലത്തിൽ നിൽക്കുന്നത് നല്ലൊരു വേറൊരു വൈബാണ്. കാരണം നല്ലൊരു രസമാണ് ഈ പാലം കാണാനായിട്ട് ബീച്ചിൻ്റെ മുകളിൽ. നമ്മളും അങ്ങനെ കുറേ നേരം ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ബീച്ചൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അഴീക്കൽ ബീച്ചിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ഈ പാലം. കാരണം ഈ പാലത്തിലൂടെ ഇങ്ങനെ നടക്കാനൊരു വേറെ തന്നെ ഒരു വൈബാണ്. രണ്ട് സൈഡിലും ഇങ്ങനെ കടലാണ്. നമ്മളിങ്ങനെ കടലിന് നടുക്കൂടെ പോകുന്നൊരു ഫീലാണ്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ സൈഡിലുള്ള പാറകളിലൊക്കെ ഇങ്ങനെ തിരമാല തട്ടി നമ്മുടെ ദേഹത്തേക്ക് ഇങ്ങനെ വെള്ളമൊക്കെ വീഴും. ഇവിടെ ചേട്ടന്മാരൊക്കെ നിന്ന് മീൻ പിടിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാണ്. ചൂണ്ടയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കാണിച്ചു തന്ന പാലമാണത്. ഇതതിൻ്റെ മറ്റൊരു പ്രധാന ആകർഷണമാണ്. പിന്നെ നമ്മൾ
കുറച്ച് നേരം ബീച്ചിലൊക്കെ പോയി ഒന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുവഴിയൊക്കെ കുറച്ച് നേരം ഒന്ന് നടന്നിട്ട് നമ്മൾ തിരിച്ചു പോകാനൊരുങ്ങാണ്. പോകുന്ന വഴിക്ക് നമ്മൾ വിചാരിച്ചു ഇവിടുത്തെ ലൈറ്റ് ഹൗസും കൂടി ഒന്ന് കണ്ടിട്ട് പോകാം. അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസിലോട്ട് പോവാണ്. എന്തായാലും ഇവിടെ വരെ വന്നു, അപ്പോൾ പിന്നെ ലൈറ്റ് ഹൗസിൽ കയറി അവിടുത്തെ വ്യൂവും കൂടി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടുന്ന് പാസ്സൊക്കെ എടുത്തിട്ട് ലൈറ്റ് ഹൗസിന് മുകളിലൊക്കെ കയറുവാണ്. നമ്മൾ ലിഫ്റ്റ് വഴിയായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ലിഫ്റ്റ് വഴി കയറിയിട്ട് ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്നുള്ള വ്യൂ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്നുള്ള ബീച്ചിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ കാണിച്ച ആ പാലവും കടലിൻ്റെ നടുക്കൂടി കിടക്കുന്ന ആ പാലവും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. അവിടെ നിന്നുള്ള വ്യൂ ഇവിടെ നിന്നുള്ള വ്യൂ എല്ലാം ഭയങ്കര വ്യത്യാസമാണ്. കാരണം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് തന്നെ. നല്ല വേറൊരു ഫീലായിരുന്നു ഇവിടെ നിന്ന് കാണാനായിട്ട്. പിന്നെ അഴീക്കൽ ബീച്ചിൽ പറയുന്നത് വെച്ചാൽ അഴീക്കൽ ബീച്ചിൽ ഡോൾഫിൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എപ്പോഴും ഒന്നും കാണാൻ പറ്റില്ല, ചില ലക്കുള്ളവർക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാനിതുവരെ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസിൽ നിന്നും വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ അഴീക്കൽ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.